ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് വീട്ടിൽ ഒരു വെൽഡിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ എങ്ങനെ വെൽഡ് ചെയ്ത് പഠിക്കാം എന്നതിനെ പറ്റിയാണ്. ചെറിയൊരു വിവരണം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെൽഡിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ട് കറണ്ട് ഒരു 70 കറണ്ട് വെക്കുക. നമ്മൾ കനം കുറഞ്ഞ പൈപ്പ് ആയതുകൊണ്ട്, അതായത് 2 മില്ലി അല്ലെങ്കിൽ 2.5 മില്ലി തിക്നെസ് ഉള്ള ഒരു സ്ക്വയർ ട്യൂബ് അല്ലെങ്കിൽ 2 മില്ലി തിക്നെസ് ഉള്ള എന്തെങ്കിലും ഒന്ന് വെൽഡ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം കറണ്ട് ഒരു 70 വെച്ചിട്ട് നമ്മളാദ്യം ഹോൾഡർ എടുക്കുക. ഹോൾഡർ എടുത്തിട്ട് വെൽഡിങ് റാഡ് എടുക്കണം. എർത്ത് നമ്മൾ സ്ക്വയർ ട്യൂബ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് എർത്ത് കൊടുത്തു. അപ്പോൾ ഹോൾഡർ എടുത്തു. അത് ഹോൾഡർ പ്ലസും മൈനസും അറിയാമല്ലോ. പ്ലസ് നമുക്ക് ഹോൾഡറിലും കൊടുക്കണം, മൈനസ് എർത്തിലുമാണ് കൊടുക്കേണ്ടത്. എർത്ത് ക്ലാമ്പ് കൊടുക്കണം. അപ്പോൾ 2.5 മില്ലിയുടെ ഒരു റാഡ് എടുത്തു. നമ്മൾ സാധാരണയായിട്ട് വീടുകളിലൊക്കെ വെൽഡടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും കനം കുറഞ്ഞ 1.6 മുതൽ 2.5 വരെയുള്ള റാഡ് ഉപയോഗിക്കാം. അതിന് കൂടുതലുള്ള റാഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ കറണ്ട് കൂടുതൽ വെക്കണം. 120-130 കറണ്ടൊക്കെ വേണം 3 മില്ലി റാഡൊക്കെ അടിക്കണമെങ്കിൽ. അപ്പോൾ 2.5 മില്ലി റാഡ് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. 2.5 മില്ലി റാഡിൽ കുറച്ച് പവറേ എടുക്കത്തുള്ളൂ. നമുക്ക് വീട്ടിലെ കറണ്ട് ആയതുകൊണ്ട് 3 ഫേസ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ ട്യൂബ് എടുത്ത് വീട്ടിൽ പഠിക്കാൻ വേണ്ടി മാത്രമാണേ. അപ്പം ഇതുപോലെ സ്ക്വയർ ട്യൂബ് എടുത്തിട്ട് ചേർത്ത് വെക്കുക. സ്ക്വയർ ട്യൂബിന് ഗ്യാപ്പ് വയ്ക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കനം കുറഞ്ഞായതുകൊണ്ട് കത്തി അകത്തോട്ട് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ആദ്യം ചെറുതായി നല്ലപോലെ അടുപ്പിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പം എപ്പോഴും നമ്മൾ കറണ്ട് കുറച്ച് വെച്ചിട്ട് വേണം അടിക്കാൻ. കറണ്ട് കുറച്ച് വെച്ച് അടിക്കുമ്പോൾ നമുക്കൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെൽഡിങ് ഒട്ടിപ്പിടിക്കും. വെൽഡിങ് ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ പിന്നെ രണ്ടാമത് വീണ്ടും ആ വെൽഡിങ് റാഡ് എടുത്തിട്ട് അടിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ റാഡ് ഒട്ടിപ്പിടിക്കുമല്ലോ. അപ്പം നമ്മൾ കുറച്ച് ഹൈറ്റ് ചെയ്ത് പിടിച്ച് 2 മില്ലി ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ വെൽഡിങ് ടച്ച് ചെയ്തിട്ട് പിടിക്കുമ്പോഴേ നമുക്ക് വെൽഡ് അടിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കൊരു ഐഡിയ കിട്ടും. അതേസമയം കറണ്ട് 100-120 വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ആ പൈപ്പ് നമ്മൾ വെൽഡ് അടിക്കുന്ന ജോബ് കരിഞ്ഞ് പോകത്തും പിന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. വെറുതെ കത്തിച്ച് ഇങ്ങനെ തീപ്പൊരി പോലെ കത്തിച്ച് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വെൽഡ് അടിക്കുമ്പോൾ നമ്മൾ തിക്നെസ്സിനനുസരിച്ച് കറണ്ട് വയ്ക്കാവും. ഇപ്പോൾ നല്ല തിക്നെസ്സുള്ള 5 മില്ലി തിക്നെസ് ഉള്ളതിനാണെങ്കിൽ നമ്മൾ കറണ്ട് കൂടുതലും 100-110 കറണ്ടൊക്കെ വെക്കേണ്ടി വരും. ഇതിപ്പോൾ 2.5 മില്ലിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എപ്പോഴും. അപ്പം 2.5 മില്ലി തിക്നെസ് ഉള്ളതിന് നമ്മൾ 60 കറണ്ട് വെക്കണം. 60 കറണ്ട് വെച്ചിട്ട് നമ്മൾ ആദ്യം എങ്ങനെ ഒരാളിപ്പോൾ വെൽഡ് അടിക്കാൻ ഹോൾഡർ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കും. ഇതാണെന്നുള്ളത്. ഇപ്പം ഞാൻ അതുപോലെ തന്നെ ഒന്ന് കാണിക്കുക. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് അടിക്കുന്ന ഒരാൾ എങ്ങനെ വെൽഡ് അടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചത്. അപ്പം ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് നമുക്ക് ഭ്രാന്ത് വരും. ചില സമയത്ത് വെൽഡ് അടിക്കും നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്നും പറഞ്ഞ് നമ്മളെടുത്ത് കളയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഇതിപ്പോൾ ഇപ്പോൾ ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ വലിച്ചെടുത്ത് ഹോൾഡറും വലിച്ചെടുത്ത് ആകെ ബഹളം ഉണ്ടാക്കി അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പതുക്കെ നമ്മൾ ഹോൾഡർ അങ്ങ് എടുക്കണം. ഹോൾഡർ എടുത്ത് മാറ്റിയിട്ട് റാഡ് മാത്രം എടുത്തിട്ട് നമ്മളിഞ്ഞ് എടുക്കുക. വലിച്ചെടുത്ത് കഴിയുമ്പോൾ വെൽഡിങ് ഇങ്ങനെ വരും. വളരെ മോശമായിട്ട് കാണാൻ പറ്റും വെൽഡിങ്. അപ്പോൾ നമ്മൾ വീണ്ടും റാഡിൻ്റെ അറ്റം ഇതുപോലെയാവും. അപ്പോൾ നമ്മളൊന്ന് സ്പാർക്ക് ചെയ്ത് ആ അറ്റം ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ അടുത്ത സൈഡ് എടുത്തിട്ട് ഞാനിപ്പം രണ്ടാമത് നമ്മൾ അടിക്കുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് ഞാൻ കാണിക്കാം. ലെവൽ വരത്തില്ല. നമ്മൾ വെൽഡ് അടിക്കുമ്പോൾ നമ്മൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ വെൽഡിങ് പിടിക്കുമെങ്കിലും വെൽഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊരു യൂണിഫോമിറ്റി കാണത്തില്ല. അപ്പം വെൽഡിങ്ങിന് എപ്പോഴും കാണാനൊരു യൂണിഫോം ഉണ്ടായിരിക്കണം. കാരണം ഇല്ലെങ്കിൽ വെൽഡിങ് അല്ലാതാവും. വെൽഡിങ് ചിലപ്പോൾ പിടിച്ചാലും നമ്മൾ വെൽഡിങ് ചെയ്യുമ്പോൾ അതിനൊരു ലെവലിംഗ് ഉണ്ടെങ്കിൽ അതിനൊരു ഭംഗി പ്രത്യേകമുണ്ട്. ഇപ്പം നമ്മൾ സ്പോട്ടായിട്ടേ അടിക്കാവൂ. കാരണം സ്പോട്ട് കനം കുറഞ്ഞതായതുകൊണ്ട് നമ്മൾ സ്പോട്ട് അടിച്ച് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കനം കൂടിയാലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വെൽഡിങ് അടിച്ച് വരാം. ഇത് കനം കുറഞ്ഞതായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വെൽഡിങ് അടിച്ച് വരുമ്പം കറണ്ട് കൂടി ഉരുകി വരും. ഇപ്പം ഈ വെൽഡിങ് കണ്ടോ, ഇതിപ്പം ലെവലൊന്നുമില്ല, ചുമ്മാ പന്നലായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് ഒന്നുകൂടെ ഇട്ടിട്ട് ഇപ്പം ലെവലിൽ എങ്ങനെ അടിക്കാമെന്നതിനെ പറ്റി നമ്മൾ സ്പോട്ടായിട്ട് അടിച്ച് നമുക്ക് എങ്ങനെ പഠിക്കാമെന്നുള്ള. ഇതുപോലെ ആദ്യം ടച്ച് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. അപ്പം ടച്ച് ചെയ്തെടുക്കുക, വീണ്ടും ടച്ച് ചെയ്ത് പിടിക്കുക. അപ്പം നമുക്ക് വെൽഡിങ്ങിന് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതുപോലെ പതുക്കെ ടച്ച് ചെയ്ത് വെൽഡിങ് ഇങ്ങനെ അടിക്കുക. അപ്പോൾ ഒരു യൂണിഫോമിറ്റി വരും. കണ്ടോ, അപ്പോൾ നല്ലൊരു യൂണിഫോമായിട്ട് നമുക്കൊന്ന് ചിപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ മുമ്പേ 2 പ്രാവശ്യം അടിച്ചതിലും ഇതും തമ്മിൽ വ്യത്യാസം കണ്ടോ. ഇതിലൊരു ലെവലിംഗ് ഉണ്ട്. അപ്പോൾ വെൽഡിങ് കാണാനൊരു ചെറിയൊരു ഭംഗിയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അടിച്ചത് എങ്ങനെയാണെന്ന് നോക്കേ. കണ്ടോ, ആദ്യം നമ്മൾ അടിച്ചപ്പോൾ ഒട്ടിപ്പിടിച്ച് ആകെ കുളമായി. രണ്ടാമത് അടിച്ചപ്പോൾ വെൽഡിങ് പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഭംഗിയില്ല. അപ്പോൾ മൂന്നാമത് അടിച്ചപ്പോൾ
കണ്ട ലെവൽ. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ വെൽഡിങ് ആവാം. അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു.